ഈ ഇംഗ്ലീഷിലൊരു പഴമൊഴിയുണ്ട്, ബ്ലെസ് ഡിഗൈസ് എന്ന്. അപ്പോൾ അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പാവപ്പെട്ട നമ്മളെ ഉമാ തോമസ് MLA, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു MLA, എറണാകുളത്തെ MLA ഇടയ്ക്ക് പറ്റിയ അപകടം, ആ സ്റ്റേജിൽ നിന്നും വീണ് അവർ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ICUയിൽ കിടക്കുന്നു. അപ്പോൾ അവരുടെ ആ അപകടം, അതാണ് ഞാൻ പറഞ്ഞ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന്. അവരുടെ അപകടം സംഭവിച്ചത് ഈ കേരളത്തിൽ നടമാടുന്ന അധോലോകം, കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തുന്ന അധോലോകം, ഈവൻറ്റ് മാനേജ്മെൻറ്റുകാർ നടത്തുന്ന അധോലോകത്തിൻ്റെ ഒരു വെളിച്ചപ്പാടായിട്ട് ഇപ്പോൾ ഇത് വന്നിരിക്കുകയാണ്. ഇവരെ വെറുതെ വിടാൻ പറ്റില്ല, ഈ മാനേജ്മെൻറ്റിനെ. ഇവർക്ക് ആരൊക്കെയാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തുക, ഓരോ കുട്ടികളുടെ പേരിൽ കയ്യിൽ നിന്നും ഇതിൽ പങ്കെടുത്ത കുട്ടികളെ ഏതോ ടീച്ചർമാർ നൃത്ത അധ്യാപകന്മാർ വന്നിരുന്ന് പറയുന്നത്, ഓരോ കുട്ടികളിൽ നിന്നും 2,500 രൂപ വരെ മേടിച്ചിരിക്കുന്നത്. അതും ഒരു പ്രോപ്പർ സർട്ടിഫിക്കറ്റ് കണ്ടില്ല, ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ അവർക്ക് കിട്ടത്തുള്ളൂ പറഞ്ഞു. അതിൽ നിന്നും പിന്മാറാൻ ചോദിച്ചവരെ ടീച്ചർ അധ്യാപകന്മാരെല്ലാം അവർ വരട്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമുക്കറിയേണ്ടത്, ഇതിനകത്ത് ജിയുടെ പങ്കെന്തായിരുന്നു? ഇത്രയും വലിയ ലിറ്ററീസ് വരുന്ന ഒരു സ്റ്റേജിനകത്ത് 20 അടി പൊക്കി നിൽക്കുന്ന സ്റ്റേജിൽ സെക്കൻഡ് സ്റ്റേജ് കെട്ടിയിട്ട് എൻ്റെ മുകളിൽ കെട്ടിയിട്ട് ഒരു വരി പോലും, ഒരു കമ്പി പോലും കൊടുത്തില്ല, ഒരു ബാരിക്കേഡ് പോലെ. കമ്പി ഉണ്ടെങ്കിൽ കമ്പിയിൽ തിളഞ്ഞ അവർ നിന്നേനായിരുന്നു. ഒരു റിബണാണ് കൊടുത്തത്. അപ്പോൾ ഇവരെ എങ്ങനെ ശിക്ഷിക്കണം? അതുകൊണ്ട് ഇതിനകത്തുള്ള PWDയുടെ പങ്ക്, ഗവൺമെൻറ്റിൻ്റെ പങ്ക്, GCDയുടെ പങ്ക്, ഇതിനകത്ത് ബന്ധപ്പെട്ടവരെല്ലാം ഇപ്പോൾ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ്. ആ DGP, ഇപ്പോഴത്തെ DGP, ADGP അജിത് കുമാറിലേക്ക് കൊടുക്കാതെ നല്ലതുപോലെ ഇത് അന്വേഷിച്ചാൽ കേരളത്തിൽ നടക്കുന്ന ഇവരെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന്, ക്വസ്റ്റ്യൻ ചെയ്ത് ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്തിടണം. എന്നിട്ട് പോലീസിൻ്റെ കസ്റ്റഡി മേടിക്കണം. എന്നിട്ട് ഇവരെല്ലാം ചെയ്തില്ലെങ്കിൽ ഇതേപോലെ ഇതിൻ്റെ അപ്പുറത്തെ അപകടം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കും. ഈ അധോലോക മാഫിയകളാണ് ഇപ്പം അറിയാമല്ലോ നമുക്ക്, അധോലോക മാഫിയകളാണ് കേരളത്തിൽ നടമാടുന്നത്. ഈ ഡ്രഗ്സ് ആയാലും മറ്റുള്ള ബാക്കിയുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളായാലും. എറണാകുളത്ത് കണ്ടില്ലേ, സ്പാ നടത്തിയിട്ട് അവിടെ നടത്തുന്ന മറ്റേ പരിപാടികളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം ഒരു മോചനം. ഇവിടെ സർക്കാരുണ്ട്, അതാ രസം. ഒരു ഇരട്ടച്ചങ്കനായ ഒരു മുഖ്യമന്ത്രിയുണ്ട്, അദ്ദേഹമാണ് ആഭ്യന്തരം വഹിക്കുന്നത്. ആർക്കും എന്തോ ആവാം, പൈസ കൊടുക്കുക, കാര്യം നടത്തുക, കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുക, അതിൻ്റെ ഒരു ശതമാനം ഷെയർ. ഇതിലാരെല്ലാം ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പോലീസ് ഇത് വ്യക്തമായിട്ട് ഒരു ഡിയർനെസ് ആയിട്ടുള്ള ഒരു കാര്യം പോലെ ഇത് അന്വേഷിച്ച് ഇവരെ എല്ലാം ശിക്ഷിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള മറ്റുള്ള ഗ്യാങ്ങുകളും, ഈ അധോലോക ഗ്യാങ്ങുകളും വെളിയിൽ വരും. ജസ്റ്റ് ഇമാജിൻ, എത്ര കോടി രൂപയാണ് ഇവർ പിരിച്ചിരിക്കുന്നത്. വല്ല അക്കൗണ്ടബിലിറ്റി ഉണ്ടോ? അത് ഒരു സ്റ്റേജ് കിട്ടിയിട്ട് ഒരു ബാരിക്കേഡ് പോലും കൊടുക്കാതെ, ഒരു കമ്പി ബാരിക്കേഡ് പോലും കൊടുക്കാതെ ഈ സ്ത്രീയുടെ ജീവിതം ഇങ്ങനെ ഹറാബാക്കിയില്ലേ? ആലോചിച്ച് നോക്കുക, അതൊരു MLA ആ സ്ഥലത്ത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, DGP വളരെ സിൻസിയറായിട്ട് ഇതിനകത്ത് ഇടപെടണം. സിൻസിയറായിട്ട് ഇതിനകത്ത് ഇടപെട്ടിട്ട് അജിത് കുമാറിനെല്ലാം മാറ്റി നിർത്തിയിട്ട് നല്ല സിൻസിയറായിട്ട്, ഒന്നാൾ കോടതി പറഞ്ഞ പോലെ സിൻസിയറായിട്ടുള്ള ഒരു ഓഫീസറെ കൊണ്ട് ഇത് അന്വേഷിപ്പിച്ച് ഇവന്മാരെ എല്ലാം അകത്താക്കണം. യാതൊരു സംശയവും ഇവന്മാരിൽ ജയിലിൽ പോകണം, ജയിലിൽ പോയി കിടക്കണം. അതുകൂടാതെ ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയവന്മാരെ കയ്യിൽ നിന്നെല്ലാം പൈസ തിരിച്ച് പിടിക്കണം, തിരിച്ച് സർക്കാരിൽ കണ്ടെത്തണം ഈ കാശ് മൊത്തവും. അല്ലാതെങ്കിൽ എന്ന് വെച്ചാൽ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും കേരളത്തിൽ. എനിക്കതേ പറയാനുള്ളൂ.